നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Kavita Gold and Diamonds. Choose your special. കൊച്ചിൻ റിഫൈനറിയിൽ നിന്നും പുറത്തുവരുന്ന രാസമാലിന്യങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നുവെന്ന് പരാതി. റിഫൈനറിയുടെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളാണ് കാറ്റിൽ പറന്ന് അയ്യൻകുഴിയിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത്. രാസമാലിന്യം കിണറുകളിൽ അടക്കം കലരുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. അടിയന്തര നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ റിഫൈനറിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ചെറിയൊരു കാറ്റ് വീശിയാൽ അയ്യൻകുഴിയിലെ ജനവാസ മേഖലയിലേക്ക് കൊച്ചി റിഫൈനറിയിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ പറന്നെത്തും. നിമിഷനേരം കൊണ്ട് കിണറുകളിലും വീടുകൾക്കുള്ളിലേക്കും രാസമാലിന്യം എത്തുന്നതോടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുടെ വക്കിലാണ് ഇവിടുത്തെ ജനങ്ങൾ. റിഫൈനറിയിൽ നിന്നുള്ള മാരക രാസപദാർത്ഥമായ കാറ്റ്ലിസ്റ്റാണ് അയ്യൻകുഴി പ്രദേശത്തേക്ക് ഇടതടവില്ലാതെ എത്തുന്നത്. രാസപദാർത്ഥങ്ങൾ എത്തുന്നത് തടയണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. അമ്പലമുകളിലെ അയ്യൻകുഴിയിലെ 45 കുടുംബങ്ങൾ വർഷങ്ങളായിട്ട് അവരുടെ ജീവിക്കാൻ വേണ്ടിയുള്ള നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് നടത്തുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഭരണഘടനാ ലംഘനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരമോന്നത കോടതി വരെ ആ 45 കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ വ്യവസായ മന്ത്രി പോലും അവരുടെ വിഷയത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. വണ്ടി ഓടിച്ചു നമ്മൾ കണ്ണിലേക്ക് ഈ പൊടി ഇങ്ങനെ വീഴണം. അപ്പോൾ വീണ്ടും കണ്ടാൽ നമുക്ക് സംശയം തോന്നിയിട്ടാണ് നമ്മൾ എന്താണെന്ന് തിരക്കിയപ്പോഴാണ് അവിടെ ഇരിക്കുന്ന എല്ലാ സ്കൂട്ടറിൻ്റെയും എല്ലാ വണ്ടികളിലും എല്ലാത്തിൻ്റെയും മുകളിൽ പൊടി ഇരിക്കുക. അപ്പോഴാണ് നമ്മുടെ ഏരിയ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള വാട്ടർ ടാങ്കിൻ്റെ മുകളിലും ടർപ്പായുടെ മുകളിലും വിറക് വെച്ചിൻ്റെ മുകളിലും എല്ലാവർക്കും പൊടി എടുക്കണം. റിഫൈനറിയുടെ സമീപ പ്രദേശത്തെ അയ്യൻകുഴിയിൽ മുൻപ് 45ഓളം കുടുംബങ്ങൾ താമസിച്ചിരുന്നതാണ്. എന്നാൽ റിഫൈനറിയിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ പതിവായി എത്താൻ തുടങ്ങിയതോടെ പലരും ഇവിടുന്ന് മറ്റു പ്രദേശങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. കയ്യേറ്റം നടന്ന ഇടുക്കി ചൊക്രമുടിയിൽ കോൺഗ്രസ് സംഘം സന്ദർശനം നടത്തി. മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം